ഈ ഒരു പ്ലാന്റിൻ്റെ ഉണങ്ങിയ ഇല ഉണ്ടായിരുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാട്ടോ അത്. അതുകൊണ്ടൊരു ഡെക്കറേറ്റ് ഉണ്ടാക്കാനാണ്. ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ് ചെറുതായിട്ട്. അത് വലിയ ഇലയായിരുന്നു. എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഈ ഒരു പോട്ടിൽ ഇതുപോലെ വെക്കാനാട്ടോ. അപ്പോൾ ലീഫിന് കുറച്ച് കളറ് കുറവുണ്ട്. അപ്പോൾ കുറച്ച് വാർണിഷ് അടിക്കേണ്ട, വാർണിഷിൽ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ട് ഞാൻ 7-അപ്പിൻ്റെ ബോട്ടിലേ വീട് പണിക്ക് ബാക്കി വന്ന ജിപ്സം പൗഡർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത. അപ്പോൾ ലീഫ് കുറച്ച് ലൈറ്റ് കളറല്ല, അപ്പോൾ ഒന്ന് ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ടേ വാർണിഷിൽ ചേർക്കുന്ന കളറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിന് കേക്കിൽ ചേർക്കുന്ന കളറുണ്ട്, ജെൽ കളറുണ്ട്, കുറച്ച് യെല്ലോ കളറും ബ്ലാക്ക് കളറും ആഡ് ചെയ്തിട്ട് ബ്രൗൺ ആക്കിയിട്ട് അതിൽ മിക്സ് ചെയ്ത് നോക്കാനാണ്. മിക്സ് ആവുമല്ലേന്നൊന്നും അറിയില്ല. ഒരു ഡ്രോപ്പ് ബ്ലാക്കും പിന്നെ കുറച്ചധികം യെല്ലോ കളറും ചേർക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തപ്പോൾ കൂടുതൽ ബ്ലാക്ക് ആട്ടോ കണ്ടപ്പോൾ കുറച്ചും കൂടി യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ലീഫിലൊന്ന് കളറ് മാച്ചായിക്കണം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ആ കളറ് മാച്ചായിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി കളർ ആഡ് ചെയ്യാനായിരുന്നു. ഇനി ഒരു പേപ്പർ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ആട്ടാക്കുന്നത്. ഈ ലീഫിനൊക്കെ തണ്ടൊക്കെ നല്ല നീളമുള്ള തണ്ടായിരുന്നു. ഞാനത് നീളം നോക്കാതെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഈർക്കിളി ഒരു ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിക്കുകയാണ്. ഞാൻ ലീഫിലൊക്കെ വാർണിഷ് അടിച്ച് കൊടുക്കുകയാണ്. ഒരു ലീഫ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു തെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ലീഫിലാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ലീഫും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തെർമോക്കോളിൽ കുത്തി വെച്ചിട്ട് തണലിൽ വെച്ചിട്ടാണ് ഉണക്കേണ്ടത്. നമുക്ക് ക്ഷമയില്ലാത്ത കാരണം ഞാൻ വെയിലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിലധികമുള്ള പെയിൻറ്റൊക്കെ നമ്മുടെ താഴത്തേക്ക് ഒലിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ അതൊക്കെ മറിഞ്ഞ് കിടക്കുകയാണ്. ആ പെയിൻറ്റിൻ്റെ റിയാക്ഷൻ കാരണം ആ തെർമോക്കോളൊക്കെ ഉരുക്കി പോയിട്ട് വലിയ ഹോളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്ത് കുത്തി വെച്ചെടുത്തിക്കുകയാണ്. അപ്പോൾ ലീഫൊക്കെ ഉണങ്ങിയിട്ട് സെറ്റായിട്ട് ഇതിങ്ങനെ ഈ പോട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടീപ്പോയ്മ വെക്കാനാട്ടോ. ഫ്ലവർ വേസ് മാറ്റിയിട്ട് ഇത് ടീപ്പോയ്മ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.